മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനൊപ്പം MLA മുഹമ്മദ് റിയാസിനും കുരുക്ക്. വീണ മുഹമ്മദ് റിയാസ് പണമിടപാടുകളിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ED. നടപടിയുടെ ഭാഗമായി മുഹമ്മദ് റിയാസിന് ഉടൻ സമൻസ് നൽകും. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് നടത്തിയ പണമിടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. റിയാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട്. മുൻ മന്ത്രിയും നിലവിൽ MLAയുമായ PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുളിയിലെ വീട്ടിലും നേരത്തെ ED റെയ്ഡ് നടന്നിരുന്നു. ഇവിടെ നിന്നും ലഭിച്ച ഡിജിറ്റൽ ഡിവൈസുകളടക്കം പരിശോധിക്കുന്നുണ്ട്. റെയ്ഡിന്റെ തുടർച്ചയായാണ് റിയാസിനെ ED ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. 2020 ജൂൺ 15-നാണ് വീണയും റിയാസുമായുള്ള വിവാഹം നടക്കുന്നത്. CMRL എക്സാലോജിക് പണമിടപാടുകൾ നടക്കുന്നത് 2017 മുതൽ 2020 വരെയുള്ള കാലത്താണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിന് പിന്നാലെയാണ് വീണയ്ക്ക് CMRLന്റെ IT സേവന കരാർ ലഭിക്കുന്നത്. വിവാഹത്തിന് ശേഷം വീണയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നോ എന്നാണ് ED അന്വേഷിക്കുന്നത്. CMRL എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപ വീതവും മാർക്കറ്റിംഗ് IT കൺസൾട്ടന്റായി വീണയെ നിയമിച്ചതുവഴി 5 ലക്ഷം രൂപ വീതവും നൽകിയിട്ടുണ്ട്. ശശിധരൻ കർത്തയുടെ മൊഴിയിൽ പിണറായി വിജയൻ EDയുടെ ചോദ്യമുനയിലേക്ക് എത്തുന്നതിനൊപ്പമാണ് മുഹമ്മദ് റിയാസിനും ED സമൻസ് അയക്കാൻ ഒരുങ്ങുന്നത്. ജനം, കൊച്ചി.